നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും തീർക്കാനായി, നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയ്ക്കാനായി സാക്ഷാൽ നാരായണൻ മഹാവിഷ്ണു ഭഗവാനും അമ്മ മഹാമായ മഹാലക്ഷ്മി ദേവിയും അവതരിക്കുന്ന മറ്റൊരു കർക്കിടക മാസം കൂടി, മറ്റൊരു രാമായണ മാസം കൂടി പിറക്കാൻ പോവുകയാണ്. ഇനി 10 ദിവസങ്ങൾ മാത്രമാണ് രാമായണ മാസം 1-ാം തീയതിയിലേക്കുള്ള ദൂരം. കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 17-ാം തീയതി വ്യാഴാഴ്ചയാണ് ഈ വർഷത്തെ കർക്കിടകം 1 എന്ന് പറയുന്നത്. മാസങ്ങളിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ട ഭഗവാന്റെയും ഭഗവതിയുടെയും സാന്നിധ്യം നമ്മളുടെ ഓരോരുത്തരുടെയും വീട്ടിലുള്ള മാസമാണ് ഈ രാമായണ മാസം എന്ന് പറയുന്നത്. രാമായണ മാസം 1-ാം തീയതിക്ക് മുമ്പ്, കർക്കിടകം 1-ന് മുമ്പ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഞാൻ ഈ പറയുന്ന 12 കാര്യങ്ങളിൽ ഒന്നെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ എടുത്തു മാറ്റണേ. മൂദേവിയാണ് കേട്ടോ. ഈ പറയുന്ന 12 വസ്തുക്കളിൽ ഒന്നെങ്കിലും അറിഞ്ഞോ അറിയാതെയോ വീട്ടിൽ ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ മഹാലക്ഷ്മി കടന്നു വരില്ല. അത് മൂദേവി വാസസ്ഥാനമായി ആ വീട് മാറും. അറിഞ്ഞിരുന്നോണ്ട് ആരും ഈ ദോഷം ചെയ്യരുത്. ആരുടെയെങ്കിലും വീട്ടിൽ ഈ 12 കാര്യങ്ങൾ ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ എടുത്തു മാറ്റുക. 10 ദിവസം സമയമുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, അറിഞ്ഞോ അറിയാതെയോ ഈ മൂദേവി വസ്തുക്കൾ അഥവാ ദോഷ വസ്തുക്കൾ വീട്ടിലുണ്ടെങ്കിൽ കർക്കിടകം 1-ന് ഭഗവാനും ഭഗവതിയും എത്തുന്നതിന് മുമ്പ് അത് വീട്ടിൽ നിന്ന് എടുത്തു മാറ്റുക. നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും അതുകൊണ്ട് നല്ലതേ ഉണ്ടാവുള്ളൂ. എല്ലാ ദോഷങ്ങളും ഈ ഒരു രാമായണ മാസത്തോടു കൂടി തീരും. ആ വീട്ടിലേക്ക്, ആ ഗൃഹത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് നിറയുന്നതുമായിരിക്കും. അപ്പം ദീർഘിപ്പിക്കുന്നില്ല, എന്തൊക്കെയാണ് ആ 12 കാര്യങ്ങളെന്നുള്ളത് പറയാം. 12ഉം നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. കേട്ടിട്ട് ഏതെങ്കിലും ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ, അറിയാതിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റുക. രാമായണ മാസത്തിൽ ഈ വസ്തുക്കൾ വീട്ടിൽ വെക്കുന്നത് മൂദേവി കയറുന്നതിന് തുല്യമാണ്. ആ വീട് ഗതി പിടിച്ച ചരിത്രമില്ല. അറിഞ്ഞിരുന്ന് ദോഷം വിളിച്ചു വരുത്തരുതേ എന്ന് പറഞ്ഞുകൊണ്ട് അധ്യായത്തിലേക്ക് കടക്കാം. 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ തുളസിത്തറയിലേക്കൊന്ന് നോക്കുക. തുളസിത്തറയുള്ളവർ തുളസിത്തറയിലേക്ക്, അല്ല തുളസിത്തറയായിട്ടില്ല, വീട്ടിൽ തുളസി നിൽപ്പുണ്ട്, വീട്ടു മുന്നിൽ മുറ്റത്ത് തുളസി നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ആ തുളസിയിലേക്കൊന്ന് നോക്കുക. ആരുടെയെങ്കിലും വീടിൻ്റെ തിരുമുമ്പിൽ, അതായത് തുളസിത്തറ നിൽക്കുന്നിടത്ത് അല്ലെ വാതിലിൻ്റെ നേരെയായിട്ട് തുളസി മുരടിച്ച് കരിഞ്ഞ് ഉണങ്ങി നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അത് എത്രയും വേഗം മാറ്റണം കേട്ടോ. രാമായണ മാസം 1-ാം തീയതി വീട്ടുമുറ്റത്ത് നല്ല അഴകുള്ള ഒരു തുളസി ആയിരിക്കണം നിൽക്കേണ്ടത് എന്നുള്ളതാണ്. ഏതെങ്കിലും വീട്ടിൽ തുളസി ഉണങ്ങി നിൽപ്പുണ്ടെങ്കിൽ, മുരടിച്ച് അല്ലെങ്കിൽ ഒരുപാട് പ്രായമായി മുറ്റി വരണ്ട് ഇലയൊക്കെ കൊഴിഞ്ഞ് ഒരു ശോഷിച്ച അവസ്ഥയിൽ നിൽപ്പുണ്ടെങ്കിൽ കയ്യോടെ രാമായണ മാസം തുടങ്ങുന്നതിന് മുമ്പ് ആ തുളസി പിഴുതുമാറ്റി പുതിയൊരു നല്ല തൈ നട്ട് വളർത്തുക. ചെറിയ തൈ ആയാലും മതി. അത് ഐശ്വര്യമായിട്ട് വെള്ളമൊക്കെ കൊടുത്ത് നല്ലതായിട്ട് നിർത്തുക. ഒരിക്കലും മുറ്റിയത് അല്ലെങ്കിൽ ശോഷിച്ചത് അല്ലെങ്കിൽ ഉണങ്ങിയത് തുളസി ഒന്നുപോലും തുളസിത്തറയിലോ വീട്ടിൻ്റെ മുൻഭാഗത്തോ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. ചിലപ്പം മഴയൊക്കെ കയറി അഴുകിയൊക്കെ ചില വീടുകളുടെ മുമ്പിൽ നിൽക്കാറുണ്ട്. മഴക്കാലം ആവുന്നതുകൊണ്ട് പറയുന്നതാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പിഴുതു മാറ്റിയേരെ. ഇല്ലെങ്കിലും ദോഷമില്ല. പക്ഷേ ഈ നിർത്തി ഇങ്ങനെ കരിച്ച് നിർത്തുന്നത് മൂദേവിയാണ്. ആ വീട്ടിൽ മഹാലക്ഷ്മി വസിക്കില്ല. ദുരിതപൂർണമായിരിക്കും കർക്കിടകം എന്നുള്ളതാണ്. ഇതാണ് 1-ാമത്തെ കാര്യം. എല്ലാവരും ഒന്ന് നോക്കണേ. വീട്ടുമുറ്റത്ത് ഉണങ്ങിയ തുളസി നിപ്പുണ്ടെങ്കിൽ അങ്ങ് പറിച്ചു മാറ്റുക. ഒരു തയ്യ് ചെറുതാണെങ്കിലും കുഴപ്പമില്ല, ഒരു ദോഷമില്ല. ഏറ്റവും നല്ലത് തന്നെ ചെറുതാണെങ്കിലും ഒന്ന് വെക്കുക എന്നുള്ളതാണ്. ഇതാണ് 1. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് എത്ര വീട്ടിലുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇതിൽ പരം ഒരു ദോഷം വേറെ വരാനില്ല എന്നുള്ളതാണ്. ആ വീട്ടിൽ രോഗദുരിതം വിട്ടൊഴിയത്തില്ല. കാര്യം മറ്റൊന്നുമല്ല, വീട്ടിലെ നിലവിളക്ക് എല്ലാവരും ഒന്ന് നോക്കുക. വീട്ടിൽ കത്തിക്കുന്ന നിലവിളക്കുണ്ടല്ലോ, നിലവിളക്കിന് ചോർച്ചയുണ്ടോ എന്നുള്ള കാര്യം എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് നോക്കണം കേട്ടോ. ചില വീടുകളിൽ നിലവിളക്ക് കാലാകാലങ്ങളായിട്ട് ചോർച്ചയോടുകൂടി ഇരിക്കും. ഈ കർക്കിടകം പറക്കുന്നതിന് മുമ്പ് അത് മാറ്റുക. നിങ്ങൾ ആ നിലവിളക്ക്, ചോരുന്ന നിലവിളക്ക് കത്തിക്കുന്ന, നിങ്ങൾ വിചാരിക്കും അത് ഈശ്വരാധീനമാണ്, അയ്യോ ഞാൻ എൻ്റെ പൂർണ്ണ മനസ്സോടുകൂടി കത്തിക്കുന്നതല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ ചോരുന്ന നിലവിളക്ക് എന്ന് പറഞ്ഞാൽ മൂദേവിയുടെ വാസസ്ഥാനമാണ്. നിങ്ങൾ കത്തിക്കുന്നതും ആരാധിക്കുന്നതും മൂദേവിയാണ്. നാൾക്ക് നാൾ ജീവിതം കഷ്ടതയിലേക്ക് പോവുകയുള്ളൂ. നരക തുല്യമായിരിക്കും ജീവിതം. രോഗദുരിതം വിട്ടൊഴിയത്തില്ലെന്നാണ് പറയുന്നത്. എങ്ങനെ ഈ നിലവിളക്ക് ചോർച്ചയുണ്ടോ എന്നറിയുന്നത്? നിലവിളക്കിൽ എണ്ണ ഒഴിച്ച് നമ്മൾ കത്തിക്കുന്ന സമയത്ത് നിലവിളക്കിൻ്റെ അടിയിലെ താലം നിറയെ എണ്ണ ഒഴുകി ഇറങ്ങും. അല്ലെ നിലവിളക്കിൻ്റെ ആ പാദഭാഗം ഉണ്ടല്ലോ, ആ പാദഭാഗത്തിൽ ഇങ്ങനെ എണ്ണ തളം കെട്ടി നിൽക്കും.
ഇതാണ് നമുക്ക് ചോർച്ച ഉണ്ടെന്ന് അറിയാൻ സാധിക്കുന്നത്. ആരുടെയെങ്കിലും വീട്ടിൽ അത്തരത്തിൽ നിലവിളക്ക് ചോർച്ചയുള്ളതുണ്ടെങ്കിൽ ഈ കർക്കിടകം 1 മുമ്പ് 10 ദിവസം സമയമുണ്ട്. ഒന്നുകിൽ ആ പഴയ വിളക്ക് കൊടുത്ത് പുതിയ വിളക്ക് മാറി വാങ്ങിക്കുക, അല്ലെ പഴയ വിളക്ക് ഒഴിവാക്കി പുതിയ വിളക്ക് കൊണ്ടുവന്ന് കത്തിക്കുക. ഈ ചോർച്ചയുള്ള നിലവിളക്ക് കത്തിക്കുന്ന വീടുകൾ ഗതി പിടിച്ച ചരിത്രമില്ല. രോഗദുരിതമായിരിക്കും. ഗൃഹനാഥനടക്കം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. ഗൃഹനാഥയ്ക്ക് ദോഷമാണ്. മൊത്തത്തിൽ വീട്ടിൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല എന്ന് സാരം. ഇതാണ് രണ്ടാമത്തെ കാര്യം. അതുപോലെ തന്നെ വീട്ടിൽ നിലവിളക്കുള്ളവർ എല്ലാം ഒന്ന് കഴുകി ചിട്ടപ്പെടുത്തി പുളിയൊക്കെ ഇട്ട് നല്ല വൃത്തിക്ക് ഒന്ന് തേച്ച് മിനുക്കി കർക്കിടകത്തിനെ വരവേൽക്കാനായിട്ട്, അത് ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഒരുങ്ങിയിരിക്കുക, എല്ലാ ഐശ്വര്യമായിട്ട് വരും. മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ കെട്ട് പൊട്ടിയത്, ദ്രവിച്ചു തുടങ്ങിയത്, ഉപയോഗശൂന്യമായി വലിച്ചെറിയപ്പെട്ടതായിട്ടുള്ള ചൂലിരിപ്പുണ്ടോ? ചൂല് എന്ന് പറയുന്നത് മഹാലക്ഷ്മിയായിട്ട് ചേർത്ത് വായിക്കപ്പെടുന്ന വസ്തുവാണ്. ആരുടെയെങ്കിലും വീട്ടിൽ അത്തരത്തിൽ ചൂലിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് മാറ്റണം കേട്ടോ, കർക്കിടകം 1 മുമ്പ്. കാര്യം മൂദേവിയുടെ വാസസ്ഥാനമാണ്. കെട്ടുപൊട്ടിയത് അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി ചിലത് ഈ ചൂല് ഉപയോഗിക്കത്തില്ല. വീട്ടിലോ പറമ്പിലോ ഒക്കെ ചിലപ്പോൾ ഉപയോഗശേഷം വലിച്ചെറിഞ്ഞിട്ടേക്കും, അല്ലെ കത്തിക്കാനെന്നും പറഞ്ഞ് എടുത്തിട്ടേക്കും, കത്തിക്കാൻ അങ്ങ് വിട്ടുപോകും. അങ്ങനെ പറമ്പിലോ വീട്ടിലോ ഉപയോഗശൂന്യമായ ചൂല്, കെട്ടുപൊട്ടിയ ചൂല് അല്ലെങ്കിൽ പഴകി ദ്രവിച്ച ചൂലുണ്ട് എന്നുണ്ടെങ്കിൽ അത് മൂദേവിയാണ്. അതെടുത്ത് മാറ്റണം കേട്ടോ. അത് കത്തിച്ചങ്ങ് കളഞ്ഞാൽ മതി, ഒരു ദോഷവുമില്ല. കത്തിച്ച് കളയുക. കർക്കിടകം 1 മുമ്പ് അത് കത്തിച്ച് കളയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്തത് 4ാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ധനസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു വീടിൻ്റെ ധനസ്ഥാനം എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിൽ അലമാര അല്ലെങ്കിൽ പണം, ധനം ഒക്കെ സൂക്ഷിക്കുന്ന ഇടമാണ്. അതെപ്പോഴും വീടിൻ്റെ ഒരു തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ അങ്ങനെയൊക്കെയുള്ള ഭാഗത്ത് വെക്കുന്നതാണ് ഏറ്റവും ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങളുടെ വീട്ടിൽ പണം വെക്കുന്ന, ധനം വെക്കുന്ന അലമാര, മേശ അല്ലെങ്കിൽ ധനസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു വെച്ച് ഉറപ്പുണ്ടാവുമല്ലോ. എവിടെയെങ്കിലും നമ്മളുടെ വീടിൻ്റെ ആധാരം, നമ്മളുടെ ധനം, നമ്മളുടെ സ്വർണം ഒക്കെ വെക്കുന്ന ലോക്കറുകൾ, അലമാരകൾ, അല്ലെ ചെറിയ പെട്ടികൾ, ഒരു വീടാവുമ്പം എന്തെങ്കിലും ഒരു നീക്കിയിരിപ്പ് ധനസ്ഥാനം ഉണ്ടാവുമല്ലോ. ആ ധനസ്ഥാനം ഏറ്റവും ഗംഭീരമായിട്ട് നോക്കണം കേട്ടോ. കീറിയ തുണികൾ, പിന്നെ വേസ്റ്റ് പേപ്പറുകൾ, എന്തെങ്കിലും മുഷിഞ്ഞ വസ്തുക്കൾ, ഇതൊന്നും തന്നെ ധനം വെക്കുന്ന അലമാരയിലോ പെട്ടിയിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുക. കർക്കിടകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മളുടെ ഐശ്വര്യത്തിനും ധനാഭിവൃദ്ധിക്കും വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മളുടെ ധനസ്ഥാനത്തിൽ മൂദേവി നിറയുന്ന വസ്തുക്കളൊന്നും ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ചില വീടുകളിൽ തുണി വെക്കുന്ന അലമാരയിൽ തന്നെ ആയിരിക്കും, ലോക്കറിലായിരിക്കും നമ്മൾ ഈ ധനവും മറ്റു കാര്യങ്ങൾ, വീടിൻ്റെ ആധാരമായാലും പേപ്പറുകളായാലും സ്വർണ്ണമായാലും ഒക്കെ വെക്കുന്നത്. അങ്ങനെ വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ അലമാരയ്ക്കുള്ളിൽ മറ്റ് മുഷിഞ്ഞ വസ്തുക്കളൊന്നുമില്ല. മുഷിഞ്ഞതോ കീറിപ്പറഞ്ഞതോ കളയാനുള്ളതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള തുണിത്തരങ്ങളോ വസ്തുക്കളോ ഉണ്ട്, വേണ്ടാത്ത ആവശ്യമില്ലാത്ത കുറേ പേപ്പറുകൾ ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിക്കളയുക. ധനസ്ഥാനം ഐശ്വര്യമായിട്ടിരിക്കുക. പറ്റുമെങ്കിൽ ഒരല്പം മഞ്ഞളും ചന്ദനവും ചാലിച്ച് ആ ലോക്കറിലോ അല്ലെ അത് വെക്കുന്ന പെട്ടിയുടെ പുറത്തോ അല്ലെ അലമാരയുടെ പുറത്തോ ഒരു പൊട്ട് കുത്തുന്നതും ഏറ്റവും ഐശ്വര്യമായിരിക്കും. അതൊരു മഹാലക്ഷ്മി സ്ഥാനമായി മാറും എന്നുള്ള സങ്കല്പം കൂടാണ്. കുറച്ച് മഞ്ഞൾ, അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന മഞ്ഞളും കുങ്കുമവും ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പ്രസാദത്തിൻ്റെ ഇരിപ്പുണ്ടാവില്ലേ, അതൊന്ന് ചാലിച്ചിട്ട് ഒരു നല്ല പൊട്ട് ആ അലമാരയ്ക്ക് അല്ലെങ്കിൽ ആ പെട്ടിക്ക് അല്ലെങ്കിൽ ആ ലോക്കറിന് ഒന്ന് തൊട്ടു കൊടുക്കുക. ഏറ്റവും ഐശ്വര്യമായിരിക്കും. ഇതാണ് 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്. 5ാമത്തേത് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മളുടെ നേരത്തെ അല്ലെങ്കിൽ കാലത്തെ സൂചിപ്പിക്കുന്നതാണ് ക്ലോക്ക് എന്ന് പറയുന്നത്. ക്ലോക്ക് അതായത് നമ്മൾ സമയം നോക്കുന്ന ഘടികാരം. അതുപോലെ നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കലണ്ടർ. നിങ്ങളുടെ വീട്ടിൽ നിലച്ചിരിക്കുന്ന ക്ലോക്ക്, അതായത് വർക്കിംഗ് കണ്ടീഷനിലല്ലാത്ത, ബാറ്ററി തീർന്നതോ കേടായതോ ആയിട്ടുള്ള ക്ലോക്ക് ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്നുകിൽ അത് നന്നാക്കി എടുക്കുക, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുക. അത് പ്രവർത്തനരഹിതമായിട്ടിരിക്കാൻ പാടില്ല. നമ്മളുടെ നേരം അല്ലെങ്കിൽ സമയത്തെ സൂചിപ്പിക്കുന്നതാണ് ക്ലോക്ക്, ഘടികാരം, അതുപോലെ തന്നെ കലണ്ടർ എന്ന് പറയുന്നത്. കലണ്ടർ പഴയ വർഷങ്ങളിലെ കലണ്ടറൊക്കെ ചിലർ കൂട്ടിയിടും, ഒരാവശ്യമില്ലാതെ കൂട്ടിയിടും. അതൊക്കെ ഉണ്ട് എടുത്ത് കത്തിച്ച് കളയുക. ഈ വർഷത്തെ കലണ്ടർ മാത്രം തൂക്കുക. ക്ലോക്ക് കേടായിരിക്കുന്നത്, ഉപയോഗശൂന്യമായിരിക്കുന്നത്, പൊട്ടിയത്, വിള്ളൽ വീണത്, ഇങ്ങനെയൊക്കെയുള്ള ക്ലോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗതി പിടിക്കില്ല. വലിയ വാസ്തുദോഷമായിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ സമയം നിലച്ചു പോകുമെന്നാണ് പറയുന്നത്. നമ്മളുടെ ഭാഗ്യങ്ങൾ തട്ടിത്തിരിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കാലദോഷം അല്ലെങ്കിൽ കാലക്കേട് നമ്മൾ വിളിച്ചു വരുത്തരുത്. ആരുടെയെങ്കിലും വീട്ടിൽ അത്തരത്തിൽ ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് എടുത്ത് കളയേണ്ടതാണ്. ഇതാണ് 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ വീടിൻ്റെ മുൻഭാഗത്ത്, വീടിൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കതക് തുറന്ന് നോക്കുമ്പം കാണുന്ന രീതിയിൽ ഏതെങ്കിലും ഉണങ്ങിയ വൃക്ഷലതാദികൾ നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവിടുന്ന് നീക്കം ചെയ്യണം കേട്ടോ. നേരത്തെ തുളസിയുടെ കാര്യം പറഞ്ഞു, തുളസിത്തറ നോക്കാൻ പറഞ്ഞു. തുളസിത്തറയിൽ ഞാൻ പറഞ്ഞത് തുളസി നിങ്ങൾ മാറ്റി നടണം എന്നുള്ളതാണ്. ഉണങ്ങിയതോ അല്ലെ കേടുവന്നതോ നിൽപ്പുണ്ടെങ്കിൽ മാറ്റി നടണം, മുറ്റിയത് നിൽപ്പുണ്ടെങ്കിൽ മാറ്റി. ഇതല്ല, നമ്മളുടെ വീടിൻ്റെ കതക് തുറന്ന് നമ്മൾ ഐശ്വര്യമായിട്ട് വീട്ടിന് പുറത്തേക്ക് പോകുന്ന സമയത്ത്, ഈ ഒരു രാമായണ മാസ പുലരികളെ നമ്മൾ വരവേൽക്കാനായിട്ട് പോകുന്ന സമയത്ത്, നമ്മൾ രാവിലെ അമ്പലത്തിൽ പോകാൻ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഉറക്കം എഴുന്നേറ്റ് രാവിലെ കതക് തുറന്ന് ആദിത്യനെ ദർശിക്കാനായിട്ട് വീടിന് മുന്നിലേക്ക് നോക്കുന്ന സമയത്ത് ഒക്കെ വീട്ടിൻ്റെ മുന്നിൽ എവിടെയെങ്കിലും ഉണങ്ങിയ മരങ്ങളോ ഉണങ്ങിയ ചെടികളോ നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അത് കാണുന്നത് അനർത്ഥമാണെന്നാണ് പറയുന്നത്. ഒരിക്കലും അത് ചെയ്യരുത് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ അങ്ങ് വെട്ടിക്കളയണം കയ്യോടെ. രാമായണ മാസ പുലരിയിൽ നമ്മൾ പ്രഭാതത്തിൽ കതവ് തുറന്ന് വരുന്ന സമയത്ത് നല്ല പച്ചപ്പുള്ള വൃക്ഷലതാദികളും ആ ഒരു ആദിത്യ ഭഗവാനെ ആയിരിക്കണം നമ്മൾ ദർശിക്കേണ്ടത് എന്ന് പറയുന്നു. ഒരു കാരണവശാലും ഉണങ്ങിക്കരിഞ്ഞ് വാടിയ അല്ലെങ്കിൽ അഴുകിയ ഇത്തരത്തിലുള്ള ഉണക്ക വൃക്ഷലതാദികൾ നിൽക്കാൻ പാടില്ല. അത് റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ നീക്കം ചെയ്യണം എന്നുള്ളതാണ്. ഇതാണ് ആറാമത്തെ കാര്യം. മറ്റൊരു കാര്യം, ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ ഈ വീടിൻ്റെ കന്നിമൂല ഭാഗം ഉണ്ടല്ലോ, കന്നിമൂല എന്ന് പറയുന്നത് തെക്കും പടിഞ്ഞാറും ചേരുന്ന മൂലയാണ് കന്നിമൂല എന്ന് പറയുന്നത്. ആ കന്നിമൂല, തെക്കും പടിഞ്ഞാറും ചേരുന്ന മൂലഭാഗത്ത് എല്ലാവരും ഒന്ന് ചെന്ന് നോക്കണം കേട്ടോ. എന്തിനാണെന്ന് പറഞ്ഞാൽ, കന്നിമൂലയ്ക്ക് മാറാല പിടിച്ചിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് അവിടുന്ന് നീക്കം ചെയ്യണം കേട്ടോ. ഒരു വീടിൻ്റെ വാസ്തുപ്രകാരം ഏറ്റവും കൂടുതൽ ഊർജം നിലനിൽക്കുന്ന മൂലയാണ് വീടിൻ്റെ കന്നിമൂല എന്ന് പറയുന്നത്. വീടിൻ്റെ കന്നിമൂലയ്ക്ക് മാറാല വന്നിട്ടുണ്ടെങ്കിൽ ആ വീട് നശിച്ച ചരിത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതിൽ പരം ഒരു ദോഷം വേറെ വരാനില്ല. ഈ ഒരു രാമായണ മാസത്തിൽ നമ്മൾ വിളക്ക് കത്തിക്കുകയും അമ്പലത്തിൽ പോവുകയും എല്ലാ നമ്മൾ നന്മകളും ചെയ്തിട്ട് ഈശ്വരനെയും ഭഗവാനെയും ഭഗവതിയും വിളിക്കാവുന്നിടത്തോളം എല്ലാം വിളിച്ചിട്ട് നമ്മളുടെ വീടിൻ്റെ കന്നിമൂലയ്ക്ക് ഈ മാറാല പിടിച്ചിരുന്നിട്ട് കൊണ്ട് കാര്യമുണ്ടോ? നമ്മൾ ഈ ചെയ്യുന്ന ഫലം മുഴുവൻ ഒലിച്ചു പോവുക. നമ്മളുടെ ഈശ്വരാധീനം മുഴുവൻ വാസ്തുദോഷം കാരണം ഒലിച്ചു പോവുകയാണ്. ഇപ്പം തന്നെ നോക്കുക, വീടിൻ്റെ കന്നിമൂല, തെക്ക് പടിഞ്ഞാറേ മൂല, ഒരു തുള്ളി മാറാല പോലും, വീടിനകത്തും നോക്കുക പുറത്തും നോക്കുക, ചെലന്തി വല അഥവാ മാറാലയുണ്ട് എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അത് നീക്കം ചെയ്യണം. വലിയ രീതിയിലുള്ള മൂദേവി ദോഷമാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചെരുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. പൊട്ടിയത്, ഒറ്റ തിരിഞ്ഞു പോയത് ഒക്കെ ആയിട്ടുള്ള ചെരുപ്പുകൾ, മരിച്ചുപോയ വ്യക്തികളുടെ ചെരുപ്പുകൾ, ഇതൊക്കെ കർക്കിടക മാസം തുടങ്ങുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് കളയണം കേട്ടോ. നമ്മളുടെ വീട്ടിൽ ഉണ്ടായിരുന്നു, നമ്മളുടെ എല്ലാമായിരുന്ന പ്രിയപ്പെട്ടവരായിരുന്നു, മരിച്ചുപോയി. അവരുടെ പല കാര്യങ്ങളും നമ്മൾ സൂക്ഷിക്കാറുണ്ട്, പല വിലപിടിപ്പുള്ള വസ്തുക്കളും സൂക്ഷിക്കാറുണ്ട്, പല കാര്യങ്ങളും സൂക്ഷിക്കും. പക്ഷേ ചെരുപ്പ് ഒരിക്കലും വീട്ടിൽ വെക്കരുത്. പ്രത്യേകിച്ചും കർക്കിടകത്തിന് മുമ്പ് അങ്ങനെ മരിച്ചുപോയവരൊക്കെ ഉണ്ടെങ്കിൽ ആ ചെരുപ്പ് അവിടുന്ന് മാറ്റണം. അതുപോലെ തന്നെ ഈ പൊട്ടിപ്പോയ ചെരുപ്പ്, ഒരെണ്ണം പൊട്ടിപ്പോയി കാണും, പിന്നെ ഒരെണ്ണം ഇടാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ പൊട്ടി ചിലപ്പോൾ എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും, ഒറ്റ തിരിഞ്ഞ് ആ ചെരുപ്പ് അവിടെ കിടക്കും. അല്ലെങ്കിൽ ഒന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പട്ടിയോ മറ്റോ എടുത്തിട്ട് പോയിട്ടുണ്ടാവും, ഒന്ന് വീട്ടിൽ കിടക്കും. അത് പാടില്ല കേട്ടോ. അതുപോലെ തന്നെ പൊട്ടിയ ചെരുപ്പുകൾ, പൊട്ടിയിട്ട് ആ സൈഡിൽ നമ്മളൊരു മൂലയ്ക്ക് കൂട്ടിയിടും. ചിലപ്പോൾ എടുത്ത് കളയാനുള്ള ഒരു മറവുണ്ടങ്ങ് വെക്കുന്നതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും പൊട്ടിയ ചെരുപ്പുകൾ വീട്ടിൽ കിടപ്പുണ്ട്, വീട്ടിലോ പരിസരത്തോ കിടപ്പുണ്ടെങ്കിൽ, ചിലപ്പോൾ പറമ്പിലൊക്കെ കിടപ്പുണ്ടാവും, അതുണ്ടെങ്കിൽ അങ്ങ് കത്തിച്ച് കളയുക. അതൊക്കെ മൂദേവിയായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പൂജാമുറിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ പൂജാമുറിയിൽ ഉണങ്ങിയ പ്രസാദ ഇല, എന്താണ് ഈ ഉണങ്ങിയ പ്രസാദ ഇല എന്ന് പറയുന്നത്? നമ്മൾ ഒരുപാട് പേര് അമ്പലത്തിലൊക്കെ പോയി ഒരുപാട് പ്രസാദങ്ങളും വഴിപാടുകളും പുഷ്പാഞ്ജലികളും ഒക്കെ കഴിപ്പിച്ച് അതിൻ്റെ പ്രസാദവും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് നമ്മുടെ പൂജാമുറിയിലും വിളക്ക് കത്തിക്കുന്നിടത്തും ഒക്കെ കൊണ്ടുവന്ന് വെക്കും. വെച്ചിട്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞ് ദ്രവിച്ച് ആ പൂജാമുറി മുഴുവൻ ഇങ്ങനെ ഇരിക്കും, അല്ലെ വിളക്ക് കത്തിക്കുന്നിടം മുഴുവൻ ഇങ്ങനെ ഇരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ 3 ദിവസം വെച്ചിട്ട് ആ ഉണങ്ങിയ കരിഞ്ഞ ഇലയും പൂക്കളും എടുത്ത് മാറ്റണമെന്നുള്ളതാണ് അതിൻ്റെ ശരിയായ വിധി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളത് അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ കാലക്രമേണ അത് കരിഞ്ഞുണങ്ങുന്ന വാക്കിന് അത് നമുക്ക് മൂദേവിയായി മാറും എന്നുള്ളതാണ്. 3 ദിവസം വെച്ചാൽ മതി. അതിനുശേഷം ആ പൂക്കളും ഇലകളും തുളസിത്തറയിൽ നിക്ഷേപിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കത്തിച്ച് കളയണമെങ്കിൽ കത്തിച്ച് കളയാം. പ്രസാദം മാത്രം എടുത്തൊരു ചെപ്പിലിട്ടിട്ട് ഇലയും പൂവും നിങ്ങൾക്ക് ചവിട്ടാത്തവരെടുത്ത് ഉപേക്ഷിക്കാം. പക്ഷേ യാതൊരു കാരണവശാലും ഈ കരിഞ്ഞ പൂവും ഇലയും വെച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ ഏതെങ്കിലും വീട്ടിലോ പൂജാമുറിയിലോ ഇരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് മൂദേവി ആയിട്ടുണ്ട്. ഒരിക്കലും നമ്മളുടെ വീട്ടിൽ ആ വിളക്ക് കത്തിക്കുന്നിടത്ത് ഇത് വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം,
10ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ വീട്ടിൽ നിറം മങ്ങിയ ചിത്രങ്ങൾ, ഈശ്വരനെ വെച്ചാരാധിക്കുന്ന നിറം മങ്ങിയ വിഗ്രഹങ്ങൾ, പൊട്ടൽ വീണ വിഗ്രഹങ്ങൾ, പൊട്ടൽ വീണ ചിത്രങ്ങൾ, കീറിപ്പോയ ചിത്രങ്ങൾ, ഇതൊക്കെ പൂജാമുറിയിലോ വിളക്ക് കത്തിക്കുന്നിടത്തോ വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു മാറ്റണം കേട്ടോ. ഇതിനേക്കാൾ നല്ലൊരു അവസരം നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ കിട്ടാനില്ല എന്നുള്ളതാണ്. ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ അത്തരത്തിൽ കീറിയത്, അറ്റം മുറിഞ്ഞു പോയത്, അല്ലെങ്കിൽ ചില ചിത്രങ്ങളൊക്കെ കാലക്രമേണ അങ്ങ് വല്ലാതെ ഫെയ്ഡായി, വല്ലാതെ അതങ്ങ് മാഞ്ഞു പോയി ഒക്കെ വെച്ച് ആരാധിക്കുന്നതൊക്കെ ഉണ്ടാവും. പുള്ളിക്കുത്ത് വീണത്, കീറിപ്പോയത്, അല്ലെങ്കിൽ ഓട്ട വീണിട്ടായിട്ടുള്ളത്, ഇതൊക്കെ മൂദേവി ആയിട്ടുണ്ട്. നമ്മൾ വെച്ചാരാധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരുപാട് പേര് വൈകാരികമായിട്ടുള്ള ചില അറ്റാച്ച്മെൻറ്റിൻ്റെ പുറത്ത് ചില ചിത്രങ്ങളൊക്കെ കീറിപ്പറിഞ്ഞാലും വെച്ചുകൊണ്ടിരിക്കും. ദോഷമാട്ടോ, അതിൽ പരം ദോഷമില്ല. അത് മൂദേവി ആയിരിക്കുന്നു, അത് മാറ്റുക എന്നുള്ളതാണ്. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഒരു പ്രധാനപ്പെട്ട 11ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ. എന്താണ് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ? കുറേ നാളായിട്ട് ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിക്കുന്ന ചില വസ്തുക്കൾ, കഴിയുന്നതും കർക്കിടക മാസം 1-ാം തീയതി ആവുന്നതിന് മുമ്പ് ഫ്രിഡ്ജിലിരിക്കുന്ന പഴകിയ കാര്യങ്ങൾ ഒന്നുകിൽ അത് ഭക്ഷിച്ച് തീർക്കുക, അല്ലെ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക. എല്ലായിടത്തും മാറ്റി ഒന്ന് വൃത്തിയാക്കി അടുക്കളയും കാര്യങ്ങളും ഒക്കെ, പഴകിയ പച്ചക്കറികൾ, പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒന്നുമില്ലാതെ കഴിയുന്നതും അന്നത്തേക്ക് വെച്ച് കഴിക്കുന്ന രീതിയിൽ. ഈ കർക്കിടക മാസത്തിന് ഒരു പ്രശ്നമുണ്ട്. അതായത് ഒരുപാട് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള, രോഗപ്രതിരോധ ശേഷി കുറയുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഈ പെട്ടെന്ന് രോഗം പിടിക്കുക, നമ്മളുടെ ഒരു ആരോഗ്യ പ്രതിരോധ ശേഷി കുറയുക, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരുന്നതാണ്. അപ്പോൾ കഴിയുന്നതും അന്നത്തേക്കുള്ള ഫ്രഷായിട്ട് നമ്മൾ ഭക്ഷണം വെച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പഴയ ഭക്ഷണ പദാർത്ഥങ്ങൾ കാര്യങ്ങളൊന്നും അടുക്കളയിൽ വെക്കാതിരിക്കുക. പഴകിയ പച്ചക്കറികൾ, ചീഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ, ഇതൊന്നും അടുക്കളയിലില്ല എന്ന് ഉറപ്പ് വരുത്തുക. അടുക്കള മഹാലക്ഷ്മി കുടികൊള്ളുന്ന ഇടമാണ്. വീട്ടിൽ ഈ മഞ്ഞൾ, അതുപോലെ തന്നെ ഉപ്പ് ഒക്കെ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കിയൊക്കെ വെക്കുക. മഹാലക്ഷ്മി വാസസ്ഥാനമാണത് എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിൽ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, 12ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ വീടിൻ്റെ മെയിൻ ഡോർ ഉണ്ടല്ലോ, വീടിൻ്റെ പ്രധാന വാതിൽ എല്ലാവരും ഒന്ന് നോക്കണേ. കാര്യം ഭഗവാനും ഭഗവതിയും നമ്മളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് മെയിൻ ഡോർ വഴിയാണെന്നാണ് സങ്കല്പം. ആ മെയിൻ ഡോറിൽ ഏതെങ്കിലും രീതിയിൽ മാറാല പിടിച്ചിരിപ്പുണ്ട്, പൊടിയോ അഴുക്കും പിടിച്ചിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ കർക്കിടകം 1-ന് മുമ്പ് ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. കട്ടളയും അതുപോലെ തന്നെ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ ആ ഒരു ഫ്രെയിമും അതൊന്ന് തുടച്ച് വൃത്തിയാക്കി, ഒരു തുണി നനച്ചല്ലെങ്കിൽ ഒന്ന് നല്ലോണം ഒന്ന് ഒപ്പി വൃത്തിയാക്കി, മാറാലയും പൊടിയോ അഴുക്കും ഇല്ലെന്ന് ഉറപ്പാക്കി, കട്ടളയുടെ താഴെയും കട്ടളയുടെ മുകൾ ഭാഗത്തും ഒക്കെ ഒന്ന് ഓടിച്ച്, ചിലന്തി വലയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ച് വൃത്തിയാക്കി വെക്കുക. ഭഗവാനും ഭഗവതിയും വീടിൻ്റെ പ്രധാന വാതിൽ വഴിയാണ് വരുന്നതെന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ ആ ഒരു കാര്യവും കൂടെ എല്ലാവരും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ പറഞ്ഞ ഏതാണ്ട് 10, 11, 12 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഈ 12 കാര്യങ്ങളും എല്ലാവരും ശ്രദ്ധിക്കുക. അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും ഈ വസ്തുക്കൾ വീട്ടിൽ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവിടുന്ന് മാറ്റുക. നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും അതിൻ്റെ ഗുണം കിട്ടും. ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ്. ഒരിക്കലും ഈ മൂദേവികൾ വീട്ടിൽ വെച്ച് കർക്കിടകത്തിന് ദോഷം വിളിച്ചു വരുത്തരുത്. 10 ദിവസം മുന്നേ പറഞ്ഞത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ദിവസമുണ്ട്, എല്ലാവരും തിരക്കുകളിലും ജോലികളിലും ഒക്കെ ആയിരിക്കും. പക്ഷേ സമയമെടുത്ത് ചെയ്യുക. നമ്മുടെ വീടിന് അതിൻ്റെ ഐശ്വര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ഐശ്വര്യം, കുടുംബത്തിന് അതിൻ്റെ ഐശ്വര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഇത് പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ, ചോദ്യങ്ങൾ പറഞ്ഞതിലുണ്ട് എന്നുണ്ടെങ്കിൽ അറിയിക്കാൻ. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. എൻ്റെ അമ്മ മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ. നന്നായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.